ഒട്ടി ഒട്ടറിന്റെ ചന്ദ്രാലോചന സംഗീതവിരുന്ന്. ഒരു കാലത്ത് ശാന്തമായ ഒരു നദിക്കര ഗ്രാമത്തിൽ ഒട്ടി ഒട്ടർ ജീവിച്ചിരുന്നു. ഒട്ടിക്ക് പല കാര്യങ്ങളും ഇഷ്ടമായിരുന്നു: തണുത്ത വെള്ളത്തിൽ മുങ്ങുക, മണ്ണ് തെന്നി സ്ലൈഡ് ചെയ്യുക, പുതുമീനുകൾ കഴിക്കുക. പക്ഷേ അതിനേക്കാൾ ഒട്ടിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് സംഗീതം ആയിരുന്നു. പ്രതി രാത്രി ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോഴും ആകാശത്ത് ചന്ദ്രൻ ഉയരുമ്പോഴും ഒട്ടി കല്ലുകളിൽ തട്ടിയും പൊള്ളയായ മരത്തടികളിൽ മൃദംഗം അടിച്ചും മനോഹരമായ പാട്ടുകൾ ഹമ്മിങ് ചെയ്തും സമയം ചിലവഴിക്കും. പുഴയുടെ ചലനം അദ്ദേഹത്തോടൊപ്പം ഹമ്മിങ് ചെയ്യുന്നുവെന്നു തോന്നും. ശാന്തമായ കാറ്റ് ആ സംഗീതം താഴ്വര മുഴുവൻ കൊണ്ടുപോകും. ഒരു ദിവസം ഒട്ടിക്ക് ഒരു ചിന്ത വന്നു. ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ചന്ദ്രാലോചന സംഗീതവിരുന്ന് നടത്താം. അവൻ വിചാരിച്ചു. അവന്റെ മീശകൾ ആവേശത്തോടെ വിരച്ച്. അന്ന് മുഴുവൻ ദിവസവും അവൻ തയ്യാറായി. ക്ലിങ്ക് ശബ്ദം ഉണ്ടാക്കാൻ മൃദുവായ കല്ലുകൾ ശേഖരിച്ചു, പുല്ലുകൊണ്ട് ഫ്ലൂട്ട് ഉണ്ടാക്കി, വലിയ പൊള്ളയായ മരത്തടി കണ്ടെത്തി മൃദംഗമാക്കി. അവൻ വിളിച്ചു, സുഹൃത്തുക്കളെ, വരൂ, ചേർന്ന് കേൾക്കൂ. ഇന്നത്തെ രാത്രി പുഴപാടും. ഒന്നൊന്നായി മൃഗങ്ങൾ എത്തി. ബെന്നി ബീവർ തന്റെ വാൽ കൊണ്ട് താളം കൊടുത്തു. ലുലു ലൂൺ മനോഹരമായ വിളികൾ ചേർത്തു. പാറ്റകൾ സാവധാനം ശീലിപ്പിച്ചു. തവളകൾ ഗംഭീരമായ ശബ്ദം നൽകി. കിളിർച്ചുരുളികൾ മുകളിൽ പ്രകാശം വിതറി നൃത്തം ചെയ്തു. മൃഗങ്ങൾ കുലുക്കി, കൈയടിച്ചു, ചിരിച്ചു. സംഗീതവിരുന്ന് പുലർച്ചെ ആദ്യ വെളിച്ചം വരെ നീണ്ടു. അവസാനത്തിൽ ഒട്ടി തലകുനിച്ചു പറഞ്ഞു, സംഗീതം പങ്കിട്ടാൽ മാത്രമേ അതിന്റെ സൗന്ദര്യം പൂർത്തിയാകൂ. ആ രാത്രിക്ക് ശേഷം ഓരോ പൂർണ്ണചന്ദ്രനും നദിക്കരയിൽ സംഗീതവും ചിരിയും സൗഹൃദവും നിറഞ്ഞ രാത്രിയായി.